പ്രിയമുള്ളവരെ, 13/7/2025 ഞായറാഴ്ച, കൊല്ലവർഷം 1200. ഇന്നത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രം 1-ാം പാദത്തിലാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ദശമഹാരകാലം എന്ന് പറയുന്നത് ശുഭാദശയിൽ രാഹുവിൻ്റെ അപഹാരകാലമാണ്. തുടക്കം 13/7/2025, അവസാനം 1/4/2026 അവസാനം. ഇവരെ മകരക്കൂറുകാരാണ്. സിംഹലഗ്നാധിപനാണ്. ഇവരുടെ ഗണം അസുരഗണമാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4, 2, 1, 7. ഇതാണ് ഭാഗ്യസംഖ്യ. ലോട്ടറിയൊക്കെ എടുക്കുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഖ്യകളൊക്കെ എടുക്കുക. ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രട്ടാതി, പൂയം, അനിഴം, ചതയം, തിരുവാതിര, ചോതി. ഇതൊക്കെ ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങൾ. ഇവരുമായി കൂട്ടുകച്ചവടം ചെയ്യുവാനും വിവാഹ സംബന്ധമായുള്ള നക്ഷത്രങ്ങളിലൊക്കെ ചേരാവുന്ന നല്ല നക്ഷത്രങ്ങളൊക്കെയാണിത്. അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ, ആരോഗ്യമേഖല, IAS, IPS, ഔഷധശാല, നേഴ്സിംഗ്, ഈ മേഖലയിലേക്ക് നല്ല രീതിയിൽ ജോലി ചെയ്ത് പ്രൊഫഷണലാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇവരുടെ വിവാഹ സമയം എന്ന് പറയുന്നത് 20 വയസ്സ്, 29 വയസ്സ്, 31 വയസ്സ്, 44 വയസ്സ്, 50 വയസ്സ് വരെയൊക്കെ ഇവരുടെ വിവാഹ സമയങ്ങളാണ്. അപ്പോൾ ആ നല്ല കാലഘട്ടത്തിൽ തന്നെയൊക്കെ വിവാഹങ്ങൾ നടത്തുവാനും അന്വേഷണങ്ങൾ നടത്തേണ്ട സമയമാണ്. ഇവരെ വിദേശയാത്ര എന്ന് പറയുന്നത് 7-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും നമ്മൾ ചിന്തിച്ചാണ് വിദേശയാത്രയെപ്പറ്റി ചിന്തിക്കുന്നത്. ഇവർ വിദേശയാത്രയ്ക്ക് പോയാൽ നല്ല ഫലങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ വിദേശയാത്രയ്ക്ക് പോകാൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഔട്ട നക്ഷത്രക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തുവാനുള്ള ഒരു ഭാഗ്യമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ധനപരമായ വയസ്സെന്ന് പറയുന്നത് 23 വയസ്സ്, 26 വയസ്സ്, 31 വയസ്സ്, 36 വയസ്സ്, 43 വയസ്സ്, 55 വയസ്സ്, 56 വയസ്സ് വരെ ധനപരമായി ഉയരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തികങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇതിൻ്റെ ആരൂഢ രാശി ലഗ്നാധിപനും ചിങ്ങരാശിയും മകരക്കൂറുമായ കൊണ്ട് വരുമാനങ്ങളൊക്കെ വന്നു ചേരും. കിട്ടുന്നതിൻ്റെ 3/4 ഭാഗവും ചിലവായി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അത് ഈശ്വരനിൽ ഗണപതിയിൽ സമർപ്പിക്കുക. ഗണപതിയിൽ സമർപ്പിച്ച് ജീവിതം മുമ്പോട്ട് പോവുക. ഇതിൻ്റെ ദശ എന്ന് പറയുന്നത് രാഹുർ ദശ, ചൊവ്വാദശ. ചൊവ്വയുടെ കാരകനെന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം. ഐശ്വര്യാദി അഭ്യർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈ ജോലിയെപ്പറ്റി പറഞ്ഞത് അവിട്ട നക്ഷത്രക്കാർ വിദ്യാസമ്പന്നരായും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെയൊക്കെ കുട്ടികൾ 10-ാം ക്ലാസ് +2 കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, എന്താകണമെന്ന് ഒരു പുനർചിന്താഗതി നടത്തണം. അറിയാവുന്നവരെ കൊണ്ട് നോക്കിച്ച് നല്ല രീതിയിലുള്ള പഠിത്തങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ വിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തലക്കുറിയും ജാതകങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുവാനുള്ള നല്ല ജ്യോതിഷന്മാരെ കാണിച്ചു വേണം വിവാഹം നടത്തുവാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ദൈവാധീനത്തോടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും ഐശ്വര്യപൂർണ്ണമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഭഗവാൻ ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ.